ഹലോ, ഞാൻ ഷബ്ന ഷാഹിൻ. ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കുഞ്ഞു വ്ളോഗാണ്. പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് അബുദാബി. അവിടെ ഞാൻ ഇതിനു മുന്നേയും ഒരു 3-4 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ടാവും. എത്ര പോയാലും നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ഒരുപാട് വീണ്ടും വീണ്ടും ചെല്ലാനുള്ളൊരു ഇത് നമുക്ക് തോന്നും. അപ്പോൾ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നതുകൊണ്ട് തന്നെ പോകുന്ന ഒരു ചടങ്ങാണ്. അപ്പം നമ്മുടെ എടുക്കുന്ന ബാഗിൽ അത്യാവശ്യം കുട്ടികൾക്ക് എമർജൻസി ആയിട്ടുള്ള എല്ലാം ഞാൻ എടുക്കും. പലപ്പോഴും ഇത് എല്ലാം അങ്ങനെ ആവശ്യം വരാറില്ല, പക്ഷേ എന്തെങ്കിലും ഒന്ന് ഞാൻ മറക്കുന്ന ദിവസമായിരിക്കും അത് ആവശ്യം വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് പള്ളിയെപ്പറ്റി ഞാൻ പറയുന്നതിന് മുന്നേ, അതിൻ്റെ വ്ളോഗ് ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറയേണ്ട ഒരേ ഒരു പേരേ ഉള്ളൂ. ഹിസ് ഹൈനസ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ, ഐക്യ അറേബ്യൻ എമിറേറ്റുകളുടെ രാഷ്ട്രപിതാവ്. 1971 ഡിസംബർ 2-നാണ് ആദ്യ പ്രസിഡൻ്റായി അദ്ദേഹം ചുമതലയേറ്റത്. മണൽക്കൂനയും ഈന്തപ്പനയും മാത്രമുള്ള ഈ രാജ്യത്തെ ഇക്കാണുന്ന വികസിത രാജ്യമായി മാറ്റിയത് ഈ രാഷ്ട്രപിതാവിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. ആധുനിക UAE-യുടെ ശില്പി എന്ന് ലോകം വാഴ്ത്തിയപ്പോഴും എണ്ണയുടെ സൗഭാഗ്യം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കോരിച്ചൊരിഞ്ഞപ്പോഴും അദ്ദേഹം ഒന്നു മാത്രമേ പറഞ്ഞുള്ളൂ: എൻ്റെ അറേബ്യൻ ജനതയുടെ രക്തത്തേക്കാൾ വിലയില്ല അറേബ്യയുടെ എണ്ണ. നൂറ്റാണ്ടുകൾ ചരിത്രമുള്ള ഇന്ത്യൻ അറേബ്യൻ ബന്ധം കൂട്ടിയുറപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തെളിവ് ഒന്ന് മാത്രമാണ് ഇന്നും UAE-യിൽ ഇന്ത്യക്കാർക്ക് കിട്ടുന്ന അംഗീകാരം. അതിഥികളുടെ ആശ്വാസമായി UAE മാറിയതും ഷെയ്ഖ് സായിദ് എന്ന് പറയുന്ന ആ മഹാൻ്റെ മാനവികത ഒന്നുകൊണ്ട് മാത്രമാണ്. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ. ചരിത്രമായ നിമിഷം 2004 നവംബർ 2 രാത്രി 8 മണി. 38 വർഷത്തെ ഭരണം കൊണ്ട് ഇന്ന് കാണുന്ന ഈ UAE-യെ ഈ രീതിയിൽ പടുത്തുയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഉമ്മൽനാറിലെ മക്ത ബ്രിഡ്ജിനടുത്ത് ശിരസുയർത്തി നിൽക്കുന്ന ഷെയ്ഖ് സായിദ് പള്ളിയുടെ മുന്നിലാണ് നായകന് അന്ത്യവിശ്രമമൊരുക്കിയത്. അന്ന് ഗ്രാൻഡ് മോസ്ക് പള്ളിയുടെ പൂർത്തീകരണം ബാക്കിയുണ്ടായിരുന്നു. ഗ്രാൻഡ് മോസ്ക് പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായത് 2007-ലാണ്. പള്ളിയിൽ വെച്ച് ഞങ്ങളുടെ കുറച്ച് റിലേറ്റീവ്സിനെ എല്ലാം കണ്ടു. അങ്ങനെ കുറച്ച് നേരം അവരുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്നു. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പള്ളിയിൽ നിന്ന് പിരിഞ്ഞതും. പള്ളിയിൽ പോയപ്പോൾ പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ മുന്നേ പള്ളിയിൽ പോയിട്ടുണ്ടെന്ന്. പക്ഷേ അത് ഏകദേശം ഒരു 2 വർഷമാവും എന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാണുന്ന ഭാഗത്തു നിന്നും നേരെ പള്ളിയുടെ ഉള്ളിലോട്ട് കയറാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ എൻട്രൻസ് വേറെ വഴിയിൽ കൂടെ കയറിയാണ് പള്ളിയുടെ ഉള്ളിലോട്ട് കയറുന്നത്. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഷെയ്ഖ് സായിദ് പള്ളിയിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, മുന്നേ പോയവരാണെങ്കിൽ ദയവ് ചെയ്ത് എൻട്രൻസ് വേറെയാണ്, അതൊന്ന് ശ്രദ്ധിക്കണം. ഈ കാണുന്നതാണ് പുതിയ എൻട്രൻസ്. ഞങ്ങൾ പണ്ട് പോയ ഓർമ്മ വെച്ച് പള്ളിയുടെ ഭാഗത്തായിരുന്നു നിന്നത്. പക്ഷേ ആ റൂട്ടിലോട്ട് പോകാൻ പോയപ്പോൾ സെക്യൂരിറ്റി തടഞ്ഞു. അങ്ങനെയല്ല, ഈ എൻട്രൻസ് വഴിയാണ് പോകേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് വന്നിട്ട് തിരിച്ച് ഈ എൻട്രൻസ് വഴി വന്നവരുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് പ്രത്യേകിച്ച് വ്ളോഗ് ചെയ്യുമ്പോൾ എടുത്തു പറയാം, ഇത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയാലോ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ വഴിയാണ് ഉള്ളിലോട്ട് കയറേണ്ടത്. ഞങ്ങൾ പോയതൊരു ഫ്രൈഡേ ആയിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു.
എസ്കലേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത് ഇങ്ങനെ ഒരു ഭാഗത്താണ്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഒരു സെക്ഷൻ കണ്ടത്. പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ് അവിടെ നിന്ന് തന്നെ പുള്ളി രജിസ്റ്റർ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് സമയം സത്യത്തിൽ ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല എന്ന് തന്നെ പറയാം. പക്ഷേ നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, പള്ളിയുടെ ഉള്ളിലോട്ട് കയറണമെങ്കിൽ സ്ത്രീകൾക്ക് അഭയ നിർബന്ധമാണ്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും അഭയൊക്കെ ഇട്ടു. അതിനുശേഷം ഈ കാണുന്ന സ്കാനിങ് സെക്ഷനിലോട്ടാണ് പോയത്. അഭയ അവിടെ തന്നെ തരും. എന്നുവെച്ചാൽ അഭയ യൂസ് ചെയ്യാത്തവർക്ക് അവിടെ നിന്ന് തരും. അല്ല അഭയ ആണ് ചെയ്യുന്നവർക്കാണെങ്കിൽ പ്രശ്നമില്ല. പിന്നെ അല്ലാണ്ടും ഞാൻ വേറെ ഡ്രസ്സിലുള്ള കുറച്ച് പേരെയും കണ്ടു. എനിക്ക് തോന്നുന്നു അത് സെക്യൂരിറ്റി കാണാണ്ട് കയറിയതായിരിക്കാം, അറിയില്ല. അങ്ങനെ കുറേ സമയത്തെ കാത്തിരിപ്പിന് ശേഷം പള്ളിയുടെ ഉള്ളിലോട്ട് കയറി. ബാങ്ക് വിളിക്കുന്നുണ്ടായിരുന്നു. നിസ്കരിക്കാനുള്ള സമയമായി. ഒരുപാട് പ്രത്യേകതകളുള്ള പള്ളിയാണ് ഷേഖ് സായിദ് പള്ളി. 77 അടി ഉയരമുള്ള 4 മിനാരങ്ങളാണ് 4 വശത്തായിട്ടുള്ളത്. കൂടാതെ 57 മിനാരങ്ങൾ വേറെയും. പള്ളിയുടെ ചുറ്റും നമുക്ക് വെള്ളക്കെട്ടുകൾ കാണാൻ പറ്റും. കണ്ണിന് കുളിർമ നൽകുന്ന ഒരുപാട് കാഴ്ചയുണ്ട് ഷേഖ് സായിദ് മോസ്കിൻ്റെ ഉള്ളിൽ കയറിയാലും പുറമേ കണ്ടാലും. ഈ പള്ളിയുടെ മറ്റൊരു പ്രത്യേകതയാണ് ജാതി മതഭേദമില്ലാതെ എല്ലാ സമുദായക്കാർക്കും ചെന്ന് കയറാം എന്നുള്ളത്. ഒരു നിർബന്ധം മാത്രം, സ്ത്രീകൾക്ക് അഭയ അത്യാവശ്യമാണ്. ഇറ്റാലിയൻ മാർബിൾ കൊണ്ടാണ് ഈ കൊട്ടാരം പണിതീർത്തിരിക്കുന്നത്. ഒരുമിച്ച് 45,000 പേർക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം ഈ പള്ളിയിലുണ്ട്. പുറത്ത് ചുട്ടുപൊള്ളുന്ന സമയത്ത് പോലും ഈ പള്ളിയുടെ ഉള്ളിലൊന്ന് കയറിയാൽ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ കുളിർമ നൽകും. മുഗൾ മൗറീഷ്യസ് വാസ്തുകലകളുടെ അടിസ്ഥാന രീതിയിലാണ് പള്ളിയുടെ നിർമ്മാണം. 11 വർഷമെടുത്തു ഈ കൊട്ടാരം പൂർത്തീകരിക്കാൻ. 49 അടി ഉയരമുള്ള സ്ഫടികത്തിൽ തീർത്ത വിളക്കാണിത്. പള്ളി പൂർത്തീകരണത്തിന് ആവശ്യമായത് 2 മില്യൺ UAE ദിർഹമാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്, പള്ളിയുടെ കാർപ്പറ്റ്. ഇറാനിയൻ ഡിസൈനിൽ അലിഖിലാക്കി രൂപകൽപ്പന ചെയ്ത ഈ കാർപ്പറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരവതാനി. 6570 സ്ക്വയർ ഫീറ്റ് വലിപ്പവും 47 ടൺ ഭാരവുമാണ് ഈ കാർപ്പറ്റിനുള്ളത്. ചുമരിൽ അല്ലാഹുവിൻ്റെ 99 നാമവും ആലേഖനം ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും. അതും കൂടെ പ്രസ് ചെയ്താലേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു ഓൾ.